ഹലോ ഫ്രണ്ട്സ്, ഫ്രീ ക്രിയേഷൻസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബിഗിനേഴ്സ് ട്യൂട്ടോറിയലിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇതിനു മുന്നേ ഫോട്ടോഷോപ്പിലെ എല്ലാ ടൂൾസിനെയും ഇൻക്ലൂഡ് ചെയ്തൊരു ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്തിരുന്നു. കാണാത്തവർക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ എങ്ങനെ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നു, പിക്ചർ എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം, എങ്ങനെ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യാം, അങ്ങനെ കുറച്ച് ഫോട്ടോഷോപ്പിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഫോട്ടോഷോപ്പിൽ ഒരു ന്യൂ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്ത് വരുന്നത് ഈ ക്രിയേറ്റ് ന്യൂ എന്ന ഓപ്ഷൻ നമുക്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു വിൻഡോ ഓപ്പൺ ആയി വരുന്നതാണ്. അതല്ലെങ്കിൽ ഫയൽ ന്യൂ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള വിൻഡോ ഓപ്പൺ ആയി വരുന്നതാണ്. അതും അല്ലെങ്കിൽ Ctrl+N ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള വിൻഡോ ഓപ്പൺ ആയി വരുന്നതാണ്. ഈ വിൻഡോയിൽ നമുക്ക് കുറേ പ്രിസെറ്റുകൾ കാണാം. ഇതിൽ ഇഷ്ടമുള്ള പ്രിസെറ്റ് സെലക്ട് ചെയ്യുക. ഫോട്ടോ, പ്രിന്റ്, ആർട്ട്, ഇലിസ്ട്രേഷൻ, വെബ്, മൊബൈൽ, ഫിലിം, ഇതിലൊക്കെ നമുക്ക് കുറേ പ്രിസെറ്റുകൾ കാണാം. ഇതിലേതെങ്കിലും ഒരു പ്രിസെറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് കസ്റ്റമായിട്ട് നമുക്ക് സൈസ് നമുക്ക് കൊടുക്കാം. ഞാനിവിടെ വിഡ്ത്ത് 1080 കൊടുക്കുന്നു, ഹൈറ്റ് 1350 കൊടുക്കുന്നു, ശേഷം ക്രിയേറ്റ് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ആ സൈസിലുള്ള ഒരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇത് ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന്റെ സൈസ് ആണ്, ഈ 1080x1350 പിക്സൽ. ഈ ഡോക്യുമെന്റിൽ നമ്മൾ ഫോട്ടോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്താൽ കംപ്രഷൻ കുറവായിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ ക്ലാരിറ്റിയിൽ നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാരിറ്റി ഒത്തിരി നഷ്ടപ്പെടാതെ നമ്മുടെ പിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് പോസ്റ്റ് ചെയ്യാം. ഇനി അടുത്തത്, ഈ ഡോക്യുമെന്റിൽ എങ്ങനെയാണ് ഇമേജ് ഇൻസേർട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി ഫസ്റ്റ് ഫയൽ, പ്ലേസ് എംബെഡഡ്, അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് വേണ്ട പിക്ചർ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് പ്ലേസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഇമേജ് ആ ഡോക്യുമെന്റിൽ ഓപ്പൺ ആയി വരുന്നതാണ്. ഇനി ഈ ഡോക്യുമെന്റിൽ പിക്ചർ ഇൻസേർട്ട് ചെയ്യാനുള്ള അടുത്ത മാർഗം ഫയൽ, ഓപ്പൺ, ശേഷം നമുക്ക് വേണ്ട പിക്ചർ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓപ്പണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ഇമേജ് മറ്റൊരു ഡോക്യുമെന്റിൽ ഓപ്പൺ ആയി വരുന്നതാണ്. ആ ഡോക്യുമെന്റിൽ നിന്നും ആ പിക്ചർ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്ത് നമുക്ക് വേണ്ട ഡോക്യുമെന്റിൽ പ്ലേസ് ചെയ്യുക. അതിനുശേഷം വേണമെങ്കിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി മറ്റൊരു മാർഗം കൂടിയുണ്ട്. ഫോട്ടോഷോപ്പ് മിനിമൈസ് ചെയ്യുക. ശേഷം നമുക്ക് വേണ്ട ഇമേജിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഫോട്ടോഷോപ്പിൽ ഇൻസേർട്ട് ചെയ്യുക. ഈ 3 രീതിയിൽ നമുക്ക് പിക്ചർ ഈ ഡോക്യുമെന്റിൽ ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഫോട്ടോഷോപ്പിൽ എങ്ങനെ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ലെയർ പാനലിന് താഴ്ഭാഗത്തായി ഒരു പ്ലസ് ബട്ടൺ നമുക്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ന്യൂ എംപ്റ്റി ലെയർ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. ഈ ലെയറിൽ ബ്രഷ് ടൂൾ ഉപയോഗിച്ച് ഒരു റെഡ് സർക്കിൾ ഡ്രോ ചെയ്യാം. ഇനി അടുത്ത എംപ്റ്റി ലെയർ ക്രിയേറ്റ് ചെയ്യാം. ഇതിൽ നമുക്കൊരു ബ്ലാക്ക് സർക്കിൾ ഡ്രോ ചെയ്യാം. ഇനി നമുക്കൊരു സോളിഡ് കളർ ലെയർ ക്രിയേറ്റ് ചെയ്യാം. കളർ ഗ്രീൻ കൊടുക്കാം. ഇപ്പോൾ ഇവിടെ 3 ലെയർ നമുക്ക് കാണാം. പക്ഷേ ഡോക്യുമെന്റിൽ നമുക്ക് ഗ്രീൻ കളർ മാത്രമേ വിസിബിൾ ആയിട്ടുള്ളൂ. കാരണം ഇവിടെ ഏറ്റവും ടോപ്പ് ലെയർ സോളിഡ് കളർ ആയതുകൊണ്ടാണ്. നമുക്ക് ഈ സോളിഡ് കളറിനെ ഏറ്റവും ബോട്ടം ഭാഗത്ത് പ്ലേസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ സർക്കിൾസ് കാണാം. ഇവിടെ ലെയേഴ്സ് എങ്ങനെയാണോ നമ്മൾ അലൈൻ ചെയ്യുന്നത് അങ്ങനെയായിരിക്കും ഡോക്യുമെന്റിൽ വിസിബിൾ ആകുന്നത്. ഇവിടെ ബ്ലാക്ക് സർക്കിൾ ഏറ്റവും ടോപ്പ്, സെക്കൻഡ് റെഡ് സർക്കിൾ, തേർഡ് സോളിഡ് കളർ ലെയർ. ഈ രീതിയിലാണ് വിസിബിൾ ആയിരിക്കുന്നത്. റെഡ് സർക്കിൾ ഈ ബ്ലാക്ക് സർക്കിളിന് അടിയിലുണ്ട്. അത് കാണണമെങ്കിൽ മൂവ് ടൂൾ യൂസ് ചെയ്ത് നമുക്ക് ഈ ബ്ലാക്ക് സർക്കിളിനെ ഒരല്പം മൂവ് ചെയ്യിക്കാം. പിന്നെ ഈ 4th ലെയർ ബാക്ക്ഗ്രൗണ്ട് ആണ്. ഇത് ഡിഫോൾട്ട് ആയിട്ട് ഇവിടെ ഉള്ള ലെയർ ആണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ഡിലീറ്റ് ആക്കാവുന്നതാണ്. ഇനി നമുക്ക് ഗ്രൂപ്പിനെ കുറിച്ച് നോക്കാം. ഇവിടെ ലെയർ ടാബിന് താഴ്ഭാഗത്തായി കാണുന്ന ഈ ബട്ടനാണ് ഗ്രൂപ്പ് ബട്ടൺ. ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഈ താഴെയുള്ള ലെയേഴ്സിനെ എല്ലാം അതിൽ ഓരോന്നായി ഡ്രാഗ് ചെയ്ത് ഇൻസേർട്ട് ചെയ്യാം. ഇനി മറ്റൊരു മാർഗം, എല്ലാ ലെയേഴ്സും സെലക്ട് ചെയ്യുക. ശേഷം ഗ്രൂപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഈ ഗ്രൂപ്പ് ചെയ്യാനുള്ള അടുത്ത മാർഗം, ലെയർ സെലക്ട് ചെയ്യുക. ശേഷം Ctrl G ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യുക. Ctrl+G ആണ് ഗ്രൂപ്പ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട്. ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഇതിലുള്ള എല്ലാ ലെയേഴ്സിനെയും നമുക്ക് ഒരു പരിധി വരെ ഒറ്റ ലെയറായി ട്രീറ്റ് ചെയ്യാം. ഇവിടെ ഈ ഗ്രൂപ്പിൻ്റെ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലുള്ള എല്ലാ ലെയേഴ്സും ഒരുമിച്ച് വിസിബിൾ ആവുകയും ഇൻവിസിബിൾ ആവുകയും ചെയ്യുന്നു.
ശേഷം എല്ലാ ലെയേഴ്സിനെ ഒരുമിച്ച് മൂവ് ചെയ്യിക്കാൻ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. ശേഷം കൺട്രോൾ ഹോൾഡ് ചെയ്ത് ലെയേഴ്സിനെ എല്ലാം ഒരുമിച്ച് മൂവ് ചെയ്യിക്കാം. ഇനി നമുക്ക് ക്ലിപ്പിംഗ് മാസ്ക് എന്താണെന്ന് നോക്കാം. നമുക്ക് ഏത് ലെയറാണോ ക്ലിപ്പ് ചെയ്യേണ്ടത് ആ ലെയർ സെലക്ട് ചെയ്ത് ഏത് ലെയറായിട്ടാണോ ക്ലിപ്പ് ചെയ്യേണ്ടത് ആ ലെയറിന് മുകളിൽ പ്ലേസ് ചെയ്യുക. ഇവിടെ റെഡ് സർക്കിൾ ബ്ലാക്ക് സർക്കിളിനോടാണ് ക്ലിപ്പ് ചെയ്യാൻ പോകുന്നത്. റെഡ് സർക്കിൾ ബ്ലാക്ക് സർക്കിളിന് മുകളിൽ പ്ലേസ് ചെയ്യുക. ശേഷം റെഡ് സർക്കിൾ സെലക്ട് ചെയ്യുക. ദെൻ മൗസ് റൈറ്റ് ക്ലിക്ക് ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക്. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം റെഡ് സർക്കിൾ ബ്ലാക്ക് സർക്കിളിനോട് ക്ലിപ്പ് ചെയ്ത് ഇരിക്കുന്നതായി കാണാം. ഇനി റെഡ് സർക്കിൾ മൂവ് ചെയ്യിച്ചാൽ അത് ബ്ലാക്ക് സർക്കിൾ ഉള്ളിടം വരെ വിസിബിൾ ആകും. ഇതുപോലെ നമുക്ക് ഏതൊരു ഒബ്ജക്റ്റും ഏതൊരു ഷേപ്പിനോടും ക്ലിപ്പ് ചെയ്യിക്കാവുന്നതാണ്. ഇനി എന്താണ് ലെയർ മാസ്ക് എന്ന് നമുക്ക് നോക്കാം. ഫോട്ടോഷോപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ് ലെയർ മാസ്ക്. ഒരു ഇമേജിനെ എറേസ് ചെയ്യാനും എറേസ് ചെയ്ത ഭാഗം റീപ്ലേസ് ചെയ്യാനും മാസ്കിംഗ് കൊണ്ട് സാധിക്കും. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നാൽ മാസ്ക് ചെയ്യേണ്ട ലെയർ സെലക്ട് ചെയ്യുക. ശേഷം ലെയർ പാനലിന് താഴ്ഭാഗത്ത് കാണുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി മാസ്ക് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ബ്രഷ് ടൂൾ സെലക്ട് ചെയ്യുക. ഇറേസ് ചെയ്യാൻ ഫോർഗ്രൗണ്ട് കളർ വൈറ്റ് സ്വിച്ച് ചെയ്ത് ബ്ലാക്ക് ആക്കുക. സ്വിച്ച് ചെയ്യാൻ കീബോർഡിലെ എച്ച് കീ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ കാണുന്ന ആരോ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. ശേഷം ഇറേസ് ചെയ്യേണ്ട ഭാഗം ഇങ്ങനെ ഡ്രോ ചെയ്ത് കൊടുക്കാം. ഇനി ഇറേസ് ചെയ്ത ഭാഗം റീപ്ലേസ് ചെയ്യാൻ ഫോർഗ്രൗണ്ട് കളർ വൈറ്റ് ആക്കുക. ദെൻ ഇങ്ങനെ ഡ്രോ ചെയ്യാം. നമ്മൾ ഇറേസ് ചെയ്ത ഭാഗം എല്ലാം വിസിബിളായി വരുന്നത് നമുക്ക് കാണാം. ഇനി നമുക്ക് എന്താണ് സ്മാർട്ട് ഒബ്ജക്റ്റ് എന്ന് നോക്കാം. ഇപ്പോൾ ഒരു ലെയർ സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കുവാണെങ്കിൽ ഒരു പരിധി വരെ അത് നോർമൽ ലെയർ ആണ്. നമ്മൾ സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കുന്ന ആ ലെയർ എല്ലാ ഫിൽറ്റേഴ്സിൽ നിന്നും ക്ലാരിറ്റി റെഡ്യൂസ് ആകുന്നതിൽ നിന്നും പ്രൊട്ടക്റ്റഡ് ആണ്. അതെങ്ങനെയെന്ന് കാണിക്കാം. ഏത് ലെയറാണോ നമുക്ക് സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കേണ്ടത് ആ ലെയർ സെലക്ട് ചെയ്യുക. ദെൻ മൗസ് റൈറ്റ് ക്ലിക്ക് കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആ ലെയർ സ്മാർട്ട് ഒബ്ജക്റ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് നോർമൽ ലെയറായ ബ്ലാക്ക് സർക്കിളിൻ്റെ സൈസ് പരമാവധി കുറയ്ക്കാം. എൻ്റർ ക്ലിക്ക് ചെയ്തു. അഗെയിൻ അത് പൂർവ്വസ്ഥിതിയിൽ കൊണ്ടുവന്നു. ഇനി എൻ്റർ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇമേജിൽ ശ്രദ്ധിച്ചാൽ അറിയാം ഈ ഇമേജിൻ്റെ ക്ലാരിറ്റി കുറേ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി നമുക്ക് സ്മാർട്ട് ഒബ്ജക്റ്റ് ആയ റെഡ് സർക്കിളിൻ്റെ സൈസ് കുറയ്ക്കാം. റെഡ് സർക്കിളിനെ കാണാൻ പറ്റാത്ത അത്രയും നമ്മൾ സൈസ് കുറച്ചു. എൻ്റർ അടിച്ചു. ഇനി നമുക്കിതിനെ പൂർവ്വസ്ഥിതിക്ക് കൊണ്ടുവരാം. എൻ്റർ ക്ലിക്ക് ചെയ്യാം. ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും റെഡ് സർക്കിളിൻ്റെ ഒരു തുള്ളി ക്ലാരിറ്റി പോലും നഷ്ടപ്പെട്ടിട്ടില്ല. ഇനി സ്മാർട്ട് ഒബ്ജക്റ്റിൽ നമുക്ക് ഓരോ എഫക്ട്സ് കൊടുക്കാം. സ്ട്രോക്ക് കൊടുത്തു നോക്കാം. ഇത് കണ്ടോ, സ്മാർട്ട് ഒബ്ജക്റ്റിന് കൊടുക്കേണ്ട എഫക്ട്സ് ഓരോന്നും ആ ലെയറിന് പുറത്ത് എഫക്ട്സ് എന്ന രീതി വന്നിരിക്കുന്നു. ഈ എഫക്ട്സ് വേണേ നമുക്ക് ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഇൻവിസിബിൾ ആക്കാം. അതുപോലെ ഓരോന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത്രയുമാണ് ഇന്നത്തെ ട്യൂട്ടോറിയൽ വീഡിയോയുടെ കണ്ടന്റ്. ഈ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.